we consider another important theorem, Fermat's Little theorem. First we have a lemma. Let p be a prime number and a be any integer such that p does not divide a. Then the least residue of the integers a, 2a, 3a, etc. p minus 1 into a modulo p are a permutation of the integers 1, 2, 3 up to p minus 1. അതായത് നമുക്കൊരു പ്രൈം നമ്പർ p ഉണ്ട്, ഒരു ഇൻറ്റിജർ a ഉണ്ട് such that p does not divides a, that is a is not a multiple of p ആണ്. Then ഇതിൽ കൺസിഡർ ദി ഇൻറ്റിജേഴ്സ്, എയുടെ മൾട്ടിപ്പിൾസ് ആണ് a, 2a, എക്സെട്ര p മൈനസ് 1 വരെയുള്ള മൾട്ടിപ്പിൾസ് കൺസിഡർ ചെയ്തു. ഇവയെല്ലാം ലീസ്റ്റ് റെസിഡ്യൂ മോളിലോ പി, അതായത് എനെ നമ്മൾ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 2a പി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എക്സെട്ര p മൈനസ് 1 എനും നമ്മൾ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡേഴ്സ്, എനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനെ എല്ലാ നമ്പേഴ്സിനെയും പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് 1, 2, 3 എക്സെട്ര p മൈനസ് 1 ആയിരിക്കും. അതായത് ഇതേ ഓർഡർ, ഇതിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ ആയിരിക്കും, ഇതേ ഓർഡർ ആവണമെന്നില്ല. അതായത് എനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടിക്കൊള്ളണമെന്നില്ല, അതുപോലെ 2a പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ എല്ലാ നമ്പേഴ്സിനെയും പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ഈ സെറ്റിലുണ്ടാവും. സെറ്റ് 1, 2, 3 എക്സെട്ര p മൈനസ് 1 ഏതെങ്കിലും ഒരു ഓർഡറിൽ. അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ നമ്പേഴ്സിൻ്റെയൊക്കെ ഫോം a, 2a എക്സെട്ര p മൈനസ് 1 ഇൻറ്റു എയുടെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ ജനറലി നമുക്ക് i ഇൻറ്റു എ എന്ന് എഴുതാം, വേർ i എന്ന് പറഞ്ഞാൽ 1 മുതൽ p മൈനസ് 1 വരെയുള്ള നമ്പേഴ്സാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു i ലെസ് ദാൻ ഓർ ഈക്വൽ ടു p മൈനസ് 1. ഇനി ഈ i a എന്ന് പറയുന്നത് i എനെ നമ്മൾ p കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ ഉള്ള റിമൈൻഡറാണ്. അതായത് i a ഈസ് കോൺഗ്രുവൻറ്റ് ടു മോഡലോ പിയിലുള്ള കോൺഗ്രുവൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അത് 1, 2, 3 എക്സെട്ര p മൈനസ് 1 ആവും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നത് അത് 0 ആവില്ല എന്നാണ്. അതായത് ഈ സെറ്റിൽ എന്തില്ല, 0 ഇല്ല. അപ്പോൾ നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡലോ പി എന്നാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കോൺട്രഡിക്ഷൻ ഉപയോഗിച്ച് നമ്മൾ സപ്പോസ് ദാറ്റ് i a ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡലോ പി എന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിനർത്ഥം p ഡിവൈഡ്സ് i a എന്നാണ്. p ഡിവൈഡ്സ് a, നമുക്കറിയാം p ഡസ് നോട്ട് ഡിവൈഡ്സ് a ആണ്. അതായത് എയും പിയും റിലേറ്റീവ്ലി പ്രൈമാണ്, p ഒരു പ്രൈം നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ p ഡിവൈഡ്സ് i a ആണെങ്കിൽ നമുക്കറിയാം യൂക്ലിഡ് ലെമ്മ അനുസരിച്ച് p ഡിവൈഡ്സ് a b ആണെങ്കിൽ ഐദർ p ഡിവൈഡ്സ് a ഓർ p ഡിവൈഡ്സ് b ആണ്. അപ്പോൾ p ഡസ് നോട്ട് ഡിവൈഡ്സ് a ആണ്, അപ്പോൾ പിന്നെ p ഡിവൈഡ്സ് i ആയേ പറ്റൂ, p ഡിവൈഡ്സ് i. പക്ഷേ ഇത് പോസിബിൾ അല്ല. p ഡിവൈഡ്സ് i ആവണമെങ്കിൽ p ലെസ് ദാൻ i ആവണം. പക്ഷെ നമുക്കറിയാം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു i ലെസ് ദാൻ ഓർ ഈക്വൽ ടു p മൈനസ് 1. ഐയുടെ മാക്സിമം വാല്യൂ p മൈനസ് 1 വരൂ. അപ്പോൾ i ഒരിക്കലും എന്താവില്ല, p-നേക്കാൾ വലുതാവില്ല. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. അതിന് കാരണം നമ്മൾ ഇങ്ങനെ സപ്പോസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. ദാറ്റ് മീൻസ് i a ഈസ് നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡലോ p. അപ്പോൾ 0 ഒരിക്കലും റിമൈൻഡർ വരില്ല. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യുന്നത് i a, നമ്മൾ അതേപോലുള്ള രണ്ട് നമ്പേഴ്സ് എടുത്തു, i a യും j a യും, എയുടെ മൾട്ടിപ്പിൾസ്. ഇവ തമ്മിൽ കോൺഗ്രുവൻ്റ് ഇല്ല. അതായത് a, 2a, 3a പറഞ്ഞല്ലോ, എക്സെട്ര p മൈനസ് 1 അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രുവൻസ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഇനി അഥവാ കോൺഗ്രുവൻ്റ് ഉണ്ടെങ്കിൽ if i a ഈസ് കോൺഗ്രുവൻറ്റ് ടു j മോഡൽ ഓഫ് p, വേർ ഐയും ജെയും എന്താണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു i, j ലെസ് ദാൻ ഓർ ഈക്വൽ ടു p മൈനസ് 1. 1 മുതൽ p മൈനസ് 1 വരെയുള്ള നമ്പേഴ്സാണ്. ഇത് കോൺഗ്രുവൻ്റ് ഉണ്ടെങ്കിൽ ഐയും ജെയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് സപ്പോസ് ദാറ്റ് i a ഈസ് കോൺഗ്രുവൻറ്റ് ടു j a മോഡലോ p. ഇനി p ഒരു പ്രൈം നമ്പറാണ്, പിയും എയും തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണ്. അതുകൊണ്ട് നമുക്ക് ഈ എ രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാം. സോ i ഈസ് കോൺഗ്രുവൻറ്റ് ടു j മോഡലോ p എന്ന് കിട്ടും. ദാറ്റ് മീൻസ് p ഡിവൈഡ്സ് i മൈനസ് j എന്നാണ് മീനിങ്. ഇനി നമുക്കറിയാം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു i, j ലെസ് ദാൻ ഓർ ഈക്വൽ ടു p മൈനസ് 1 ആണ്. ഐയും ജെയും p മൈനസ് 1-നേക്കാൾ ചെറുതാണ്. അപ്പോൾ അവയുടെ ഡിഫറൻസും p മൈനസ് 1-നേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ p മൈനസ് 1-നേക്കാൾ ചെറുത് പറയുമ്പോൾ p-നേക്കാളും ചെറുതായിരിക്കും. i മൈനസ് j p-നേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇത് ശരിയാവും എപ്പോഴാണ്,
പി ഡിവൈഡ്സ് ഐ മൈനസ് ജെ ആണെങ്കിൽ പി ലെസ് ദാൻ ഐ മൈനസ് ജെ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയ ഐ മൈനസ് ജെ ലെസ് ദാൻ പി ആണ്. അപ്പോൾ ഒരു നമ്പർ എ അതിനേക്കാൾ ചെറിയൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ വരുന്ന നമ്പർ 0 ആയേ പറ്റും. 0ക്ക് മാത്രമേ പ്രോപ്പർട്ടി ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഐ മൈനസ് ജെ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് ഐ ഈക്വൽ ടു ജെ. അപ്പോൾ അതും നമ്മൾ പ്രൂവ് ചെയ്തു. ദാറ്റ് മീൻസ് ദി നമ്പേഴ്സ് എ, 2a, etc. p minus 1 into a. These numbers leave different remainders when divided by p. ഓരോന്നിനെയും p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻറ്റ് റിമൈൻഡേഴ്സാണ് കിട്ടുന്നത്. അതായത് അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രുവൻസ് ഇല്ല എന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. ഇനി ഒരു നമ്പറിനെ, ഇപ്പോൾ നമ്മളൊരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? 0 കിട്ടാം, 1 കിട്ടാം, 2 കിട്ടാം, എക്സെട്ര 9 വരെ കിട്ടാം. 10 വന്നാൽ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഒരു നമ്പറിനെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന റിമൈൻഡേഴ്സ് 0, 1, 2, 3 എക്സെട്ര p മൈനസ് 1 വരെയാണ്. p മൈനസ് 1 വരെ. അപ്പോൾ ഇതിൽ എനെയും 2a എക്സെട്ര p മൈനസ് 1 എനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് റിമൈൻഡേഴ്സ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതിൽ അപ്പോൾ ആ റിമൈൻഡേഴ്സ് ഏതൊക്കെ ആയിരിക്കും? ഈ നമ്പേഴ്സ് ആയിരിക്കും. അതിൽ 0 ഇല്ല എന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തു. അപ്പോൾ പിന്നെ പോസിബിലിറ്റി ഏതാണ്? 1, 2 എക്സെട്ര p മൈനസ് 1. ഇനി അത് എനെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടണമെന്നോ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടണമെന്നോ ഇല്ല. ഏതെങ്കിലും ഒരു ഓർഡറിൽ അത് കീപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ദേ ഷുഡ് ബി 1, 2, 3. The remainders should be 1, 2, 3 etc. p minus 1 in some order. That is the lemma. ഇനി ഫെർമാസ് ലിറ്റിൽ തിയർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയർ ആണ്. അതുപോലെ ഇത് ഉപയോഗിച്ച് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ലെറ്റ് p be a prime number and a any integer such that p does not divide a. Then a raised to p minus 1 minus 1 is divisible by p. That is a raised to p minus 1 is congruent to 1 modulo p. രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്ന് p ഒരു പ്രൈം നമ്പർ ആണ്. രണ്ടാമത്തത് a ഒരു ഇൻറ്റിജർ ആണ് സച്ച് ദാറ്റ് p ഡസ് നോട്ട് ഡിവൈഡ്സ് a. അങ്ങനെയാണെങ്കിൽ a raised to p minus 1 എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ p ആയിരിക്കും. ഇതാണ് ഫെർമാസ് തിയറത്തിൻ്റെ റിസൾട്ട്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. സോ വി കൺസിഡർ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ലെമ്മയാണ് ഉപയോഗിക്കുന്നത്. കൺസിഡർ ദ മൾട്ടിപ്പിൾസ് ഓഫ് എ, 2a, 3a എക്സെട്ര p മൈനസ് 1 ഇൻറ്റു എ കൺസിഡർ ചെയ്തു. നമുക്കറിയാം ബൈ എബോ ലെമ്മ വെൻ ദീസ് നമ്പേഴ്സ് ആർ ഡിവൈഡ് ബൈ എ വി ഗെറ്റ് റിമൈൻഡേഴ്സ് 1, 2, 3 എക്സെട്ര p മൈനസ് 1 ഇൻ സം ഓർഡർ. ഇനി നമ്മൾ സപ്പോസ് ചെയ്യാം എനെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ r1 ആണെന്ന് സപ്പോസ് ചെയ്തു. അതുപോലെ 2aനെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ r2 എക്സെട്ര p മൈനസ് 1 ഇൻറ്റു എനെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ p മൈനസ് 1 ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഇൻ ടേംസ് ഓഫ് കോൺഗ്രുവൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. a ഈസ് കോൺഗ്രുവൻറ്റ് ടു r1 മോഡുലോ p. അതുപോലെ 2a ഈസ് കോൺഗ്രുവൻറ്റ് ടു r2 മോഡുലോ p. 3a is congruent to r3 modulo p etc. p minus 1 into a is congruent to r p minus 1 modulo p. ഇങ്ങനെ കിട്ടും. ഇനി ഈ r1, r2, r3 ഒക്കെ നമുക്കറിയാം ബൈ അബോവ് തിയറം. അത് ഈ 1, 2, 3 ഇതിൽ പെട്ട ഏതോ നമ്പേഴ്സാണ്. പക്ഷെ ആ ഓർഡർ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ r1, r2, r3 എന്ന് എടുത്തു. r1 ചിലപ്പോൾ 1 ആവാം, 6 ആവാം, 7 ആവാം, ഏതും ആവാം. ഇനി ഇവ തമ്മിൽ ഈ കോൺഗ്രുവൻ്റ് ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് a ഇൻറ്റു 2a ഇൻറ്റു 3a ഇൻറ്റു എക്സെട്ര p മൈനസ് 1 ഇൻറ്റു a ഈസ് കോൺഗ്രുവൻറ്റ് ടു r1 ഇൻറ്റു r2 ഇൻറ്റു എക്സെട്ര p മൈനസ് 1 മോഡുലോ p. ദാറ്റ് ഈസ് ഇതിൽ എയുടെ കൂടെ 1 ഇൻറ്റു a എന്നാണ്. അപ്പോൾ 1, 2, 3 അത് മാത്രം എടുക്കുക. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര p മൈനസ് 1 വരെ. ഇനി a ഇൻറ്റു a ഇൻറ്റു a ഇൻറ്റു എക്സെട്ര p മൈനസ് 1 എകളുണ്ടാവും. അപ്പോൾ a റേസ് ടു p മൈനസ് 1 കിട്ടും, കോൺഗ്രുവൻറ്റ് ടു. ഇനി നമുക്കറിയാം ഈ r1, r2, r3 എന്നൊക്കെ പറഞ്ഞാൽ 1, 2, 3 up to p മൈനസ് 1 വരെയുള്ള ഏതോ ആണ്. അപ്പോൾ നമ്മൾ 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ഇൻറ്റു b ഇൻറ്റു c, a എന്ന് പറയുമ്പോൾ 3 ആണ്, b എന്ന് പറയുമ്പോൾ 1 ആണ്,
സി എന്ന് പറയുമ്പോൾ 2 ആണെങ്കിൽ എ ബി സി നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എ ഇൻറ്റു ബി ഇൻറ്റു സി എടുക്കുമ്പോൾ നമുക്ക് 3 ഇൻറ്റു 1 ഇൻറ്റു 2 അതിന് നമുക്ക് 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. ഓർഡർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ R1 ഏതാണ് നമുക്കറിയില്ല. പക്ഷേ R1 R2 എക്സെട്ര R P -1 എന്ന് പറഞ്ഞാൽ 1 2 3 അപ് ടു P-1 എന്നാണ് അറിയാം. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എഴുതുമ്പോൾ ഓർഡർ എഴുതാം 1 2 3 എക്സെട്ര P-1 മോളിലോ P. അപ്പോൾ ഇത് P-1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു P-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു P-1 ഫാക്ടോറിയൽ ഇൻറ്റു എ റൈസ് ടു P-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇവിടെയും P-1 ഫാക്ടോറിയൽ മോളിലോ P. അപ്പോൾ P-1 പിയും P-1 റിലേറ്റീവ്ലി പ്രൈമാണ്. അപ്പോൾ പിയും P-1 ഫാക്ടോറിയലും റിലേറ്റീവ്ലി പ്രൈമാണ്. അതുകൊണ്ട് ഈ P-1 ഫാക്ടോറിയൽ രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് എ റൈസ് ടു P-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോളിലോ P. ദാറ്റ് ഈസ് P divides a raised to P-1 minus 1. So that is the proof of Fermat's little theorem. ഇനി ഇതിൻ്റെ ഒരുപാട് കൊറോളറീസ് ഉണ്ട്. ഫസ്റ്റ് കൊറോളറി, ലെറ്റ് P be a prime number and A any integer such that P does not divide A. ഫെർമാസ് തിയറത്തിൻ്റെ അതേ കണ്ടീഷൻ. P ഒരു പ്രൈം നമ്പർ ആണ്, P does not divide A. Then A raised to P-2 is an inverse of A മോളിലോ P. അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു P-2ൻ്റെ ഇൻവേഴ്സ് ആണ് എ. അല്ലെങ്കിൽ തിരിച്ചു പറയാം, എയുടെ ഇൻവേഴ്സ് ആണ് ഇസ് എ ഇൻവേഴ്സ് ഓഫ് എ. എയുടെ ഇൻവേഴ്സ് ആണ് എ റൈസ് ടു P-2 മോഡലോ പിയിൽ എന്ന് പ്രൂവ് ചെയ്യണം. അതായത് എയും ബിയും ഇൻവേഴ്സ് ആണെങ്കിൽ എ ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡലോ ഏതാണ് എന്നെങ്കിൽ അത്. ഇപ്പോൾ ഇവിടെ എയും എ റൈസ് ടു P-2 ഇൻവേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ റൈസ് ടു P-2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡലോ പിയിലാണ് പി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഫെർമാസ് ലിറ്റിൽ തിയറം അനുസരിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ട്. ഫെർമാസ് ലിറ്റിൽ തിയറത്തിൻ്റെ രണ്ട് കണ്ടീഷനും ഈ കൊറോളറി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് പി ഒരു പ്രൈം നമ്പറാണ്, പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ആണ്. അങ്ങനെയാണെങ്കിൽ ബൈ ഫെർമാസ് തിയറം എ റൈസ് ടു P-1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡലോ പി എങ്ങനെ കിട്ടും. ഇനി എ റൈസ് ടു P-1 നമുക്ക് എ ഇൻറ്റു എ റൈസ് ടു P-2 എന്ന് എഴുതാം. P-2ഉം ഇവിടെയുള്ള 1 ആഡ് ചെയ്താൽ നമുക്ക് P-1 കിട്ടും. ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡലോ പി. ദാറ്റ് മീൻസ് ഈ ഫോമിലാണ് എ ഇൻറ്റു ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡലോ പി എന്നുള്ള ഫോമിലാണ്. ദാറ്റ് ഈസ് ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എ റൈസ് ടു P-2 എന്ന് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ് ഫെർമാസ് തിയറത്തിൻ്റെ. നെക്സ്റ്റ് കൊറോളറി 2, ലെറ്റ് P be a prime number and A any integer such that P does not divide A. Then the solution of the linear congruence AX is congruent to B modulo P is given by X is congruent to A raised to P-2 into B modulo P. അപ്പോൾ P ഒരു പ്രൈം നമ്പറാണ്, A ഒരു ഇൻറ്റിജർ ആണ്, സച്ച് ദാറ്റ് P ഡസ് നോട്ട് ഡിവൈഡ്സ് A. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഫെർമാസ് തിയറം അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ കൊറോളറി അനുസരിച്ച് എയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു P-2 ആണ്. നമ്മളുടെ അടുത്തുള്ള കോൺഗ്രുവൻസ് ഇതാണ്, AX ഈസ് കോൺഗ്രുവൻറ്റ് ടു B മോഡലോ P. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ എ റൈസ് ടു P-2 എയുടെ ഇൻവേഴ്സായ എ റൈസ് ടു P-2 മൾട്ടിപ്ലൈ ചെയ്യാം. ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു P-2 B മോഡലോ P. അപ്പോൾ എ റൈസ് ടു P-2 ഇൻറ്റു എ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു P-2 ഇൻറ്റു ബി മോഡലോ പി എന്നെഴുതാം. ഇനി ഈ എ റൈസ് ടു P-2ഉം എയും ഇൻവേഴ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ മൾട്ടിപ്പിൾ കിട്ടുക 1 ആണ് മോഡലോ പിയിൽ. എ റൈസ് ടു P-2 ഇൻറ്റു എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡലോ പി ആണ്. അപ്പോൾ ഇതിനെ 1 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു P-2 ഇൻറ്റു ബി മോഡലോ പി എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു P-2 ബി മോഡലോ പി.
So that is the solution in modulo P. Next, third corollary. If P is a prime and A is any number such that A raised to P minus A is divisible by P. അതാണ് പ്രൂവ് ചെയ്യാൻ. P ഒരു പ്രൈം നമ്പറാണ്, A ഒരു നമ്പറാണ്, ഏതൊരു ഇൻറ്റിജർ. Then A raised to P minus A is a divisible by P. That is A raised to P minus A is a multiple of P ആണ്. That means A raised to P is congruent to A modulo P എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് A ഒരു നമ്പർ P ഒരു പ്രൈം ആണെങ്കിൽ A raised to P, എയുടെ pth പവർ is congruent to A modulo P ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. A ഒരു നമ്പറും P ഒരു പ്രൈം നമ്പറും ആണെങ്കിൽ ഒരു നമ്പർ റേസ് ടു, അതായത് ഇപ്പോൾ 5, നമ്മളൊരു 4 എന്ന് പറഞ്ഞൊരു നമ്പർ എടുക്കും, ഒരു പ്രൈം നമ്പർ 5 എടുത്തു. ദെൻ 4 raised to 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്തായിരിക്കും? 4 മോഡുലോ 5 ആയിരിക്കും. അതാണ് ഈ തിയറം പറയുന്നത്, ഈ കൊറോളറി പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്, ഇവിടെ A ഒരു നമ്പർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ കൊറോളറിയിലും അതുപോലെ ലെമ്മ ഫെർമാസ് തിയറത്തിലൊക്കെ എയുടെ പ്രോപ്പർട്ടി P ഡസ് നോട്ട് ഡിവൈഡ്സ് ചെയ്യുന്നതായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ രണ്ട് കേസും പ്രൂവ് ചെയ്യണം. അതായത് P ഡസ് നോട്ട് ഡിവൈഡ്സ് ചെയ്യാവുന്ന കേസും P ഡിവൈഡ്സ് ചെയ്യാവുന്ന കേസിലും ഈ തിയറം, ഈ റിസൾട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ആദ്യം P ഡസ് നോട്ട് ഡിവൈഡ്സ് A എന്നുള്ള കണ്ടീഷൻ എടുക്കും. P ഡസ് നോട്ട് ഡിവൈഡ്സ് A, ദാറ്റ് ഈസ് A ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് P. അങ്ങനെയാണെങ്കിൽ എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആണ്, കാരണം P ഒരു പ്രൈം നമ്പറാണ്. ഇപ്പോൾ ഫെർമാസ് തിയർ അനുസരിച്ച് A raised to P minus 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ P ആണ്. A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് സൈഡും, A ഇൻറ്റു ഇവിടെ A, ദാറ്റ് ഈസ് എന്ത് കിട്ടും? A raised to P ഈസ് കോൺഗ്രുവൻറ്റ് ടു A മോഡുലോ P എന്ന് കിട്ടും. സോ ഈ കേസിൽ നമ്മുടെ റിസൾട്ട് ട്രൂ ആണ്. ഈ സെക്കൻഡ് കേസ്, ദാറ്റ് ഈസ് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ P ഡിവൈഡ്സ് A ആണ്. P ഡസ് നോട്ട് ഡിവൈഡ്സ് A ആയിരുന്നു, ഇനി P ഡിവൈഡ്സ് A, ദാറ്റ് ഈസ് A ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് P. A മൾട്ടിപ്പിൾ ഓഫ് P ആണെങ്കിൽ A റൈസ് ടു Pയും മൾട്ടിപ്പിൾ ഓഫ് P ആയിരിക്കും, മൾട്ടിപ്പിൾ ഓഫ് P. അപ്പോൾ A റൈസ് ടു P ഇതിൻ്റെ കോമ്പിനേഷൻ A റൈസ് ടു P മൈനസ് 1ഉം മൈനസ് എയും മൾട്ടിപ്പിൾ ഓഫ് P ആയിരിക്കും. ദാറ്റ് ഈസ് A റൈസ് ടു P മൈനസ് A ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് P മീൻസ് A റൈസ് ടു P ഈസ് കോൺഗ്രുവൻറ്റ് ടു A മോഡുലോ P. സോ ഈ കേസിലും റിസൾട്ട് ട്രൂ ആണ്. സോ ഇഫ് A ഈസ് എനി നമ്പർ ആൻഡ് P ഈസ് എ പ്രൈം, ദെൻ A റൈസ് ടു P ഈസ് കോൺഗ്രുവൻറ്റ് ടു A മോഡുലോ P എന്ന് കിട്ടും. ഫോർത്ത് കൊറോളറി. If P is an odd prime and A is prime to P, then A raised to P minus 1 divided by 2 is congruent to plus or minus 1 modulo P. P ഒരു ഓഡ് പ്രൈം ആണ്. P ഒരു ഓഡ് പ്രൈം ആണ്. എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ ബൈ ഫെർമാസ് തിയറം നമുക്കറിയാം A raised to P minus 1 is congruent to 1 modulo P ആണ്. That is A raised to P minus 1 is a multiple of P എന്ന് എഴുതാം. ഇനി P ഒരു ഓഡ് പ്രൈം ആണല്ലോ. P ഓഡ് ആണെങ്കിൽ P minus 1 ഈവൻ ആയിരിക്കും. P minus 1 ഈവൻ ആയിരിക്കും. അപ്പോൾ ഈ A raised to P minus 1 മൈനസ് 1ന് P മൈനസ് 1 ഈവൻ ആണെങ്കിൽ P മൈനസ് 1/2 കൃത്യമായിട്ട് ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ A റൈസ് ടു P മൈനസ് 1 മൈനസ് 1നെ നമുക്കിങ്ങനെ എഴുതാം. A റൈസ് ടു P മൈനസ് 1/2 മൈനസ് 1 ഇൻറ്റു A റൈസ് ടു P മൈനസ് 1/2 പ്ലസ് 1. ഇതൊരു A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി ഫോമിലാണ്. A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്താൽ ഇത് തന്നെ കിട്ടും. അതായത് A റൈസ് ടു P മൈനസ് 1 മൈനസ് 1നെ നമ്മളൊന്ന് മാറ്റി എഴുതി, വേറൊരു ഫോമിൽ എഴുതി. ഇനി ഈ ലെഫ്റ്റ് സൈഡ് നമുക്കറിയാം അതൊരു മൾട്ടിപ്പിൾ ഓഫ് P ആണ്. അതുകൊണ്ട് റൈറ്റ് സൈഡും എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് P ആയിരിക്കും. A റൈസ് ടു P മൈനസ് 1/2 മൈനസ് 1 ഇൻറ്റു A റൈസ് ടു P മൈനസ് 1/2 പ്ലസ് 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് P. അപ്പോൾ ഒരു പ്രൊഡക്റ്റാണിത്, രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്
മൾട്ടിപ്പിൾ ഓഫ് പി ആണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എ റൈസ് ടു പി മൈനസ് 1/2 മൈനസ് 1 ഒരു മൾട്ടിപ്പിൾ ഓഫ് പി ആയിരിക്കും, അല്ലെങ്കിൽ എ റൈസ് ടു പി മൈനസ് 1/2 പ്ലസ് 1 മൾട്ടിപ്പിൾ ഓഫ് പി ആയിരിക്കും. ദാറ്റ് മീൻസ് ഇതിൽ നിന്ന് എന്ത് എഴുതാം? എ റൈസ് ടു പി മൈനസ് 1/2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ പി. ഇതിൽ നിന്നും എ റൈസ് ടു പി മൈനസ് 1/2 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ പി. ദാറ്റ് മീൻസ് കമ്പൈൻ ചെയ്ത് എഴുതിയാൽ എ റൈസ് ടു പി മൈനസ് 1/2 ഈസ് കോൺഗ്രുവൻറ്റ് ടു +or-1 modulo p. So that is the result. Then next we have fifth corollary. If p and q are distinct primes and a any positive integer with a raised to p is congruent to a modulo q and a raised to q is congruent to a modulo p, then a raised to pq ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ പി ക്യു. നമുക്കിവിടെ രണ്ട് പ്രൈം നമ്പേഴ്സ് ഉണ്ട്, പിയും ക്യൂവും ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. എ റൈസ് ടു പി എന്ന് പറയുന്നത് എ മോഡുലോ ക്യൂ ആണ്, എ റൈസ് ടു ക്യൂ എന്ന് പറയുന്നത് എ മോഡുലോ പി ആണ്. അങ്ങനെയാണെങ്കിൽ എ റൈസ് ടു അതിൻ്റെ പ്രോഡക്റ്റ് പി ക്യൂ എന്ന് പറയുന്നത് എ മോഡുലോ പി ക്യൂ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം പി ഒരു പ്രൈമാണ്, ദെൻ എ റൈസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ പി ആണെന്ന് അറിയാം. ഒരു കൊറോളറിയിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ എ റൈസ് ടു ക്യൂ എന്നുള്ള നമ്പർ കൺസിഡർ ചെയ്യാം. അപ്പോൾ എ റൈസ് ടു ക്യൂ ഈ എയുടെ സ്ഥാനത്ത്, ഇവിടെയുള്ള ഈ ഇക്വേഷനിലെ എയുടെ സ്ഥാനത്ത് എ റൈസ് ടു ക്യൂ കൊടുത്താൽ എ റൈസ് ടു ക്യൂ റൈസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു ക്യൂ മോഡുലോ പി എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ റൈസ് ടു പി ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു ക്യൂ മോഡുലോ പി. ഇനി നമുക്ക് എ റൈസ് ടു ക്യൂവിൻ്റെ ഒരു കോൺഗ്രുവൻസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ. എ റൈസ് ടു ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ പി ആണ്, എ മോഡുലോ പി. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയത് എ റൈസ് ടു പി ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു, ഇവിടെ എഴുതാം എ റൈസ് ടു പി ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു ക്യൂ മോഡുലോ പി. ഇപ്പോൾ കിട്ടിയത് എ റൈസ് ടു ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ പി. അപ്പോൾ എ റൈസ് ടു പി ക്യൂ എ റൈസ് ടു ക്യൂവിനോട് കോൺഗ്രുവൻ്റ് ആണ്, എ റൈസ് ടു ക്യൂ എനോട് കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് എ റൈസ് ടു പി ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ റൈസ് ടു ക്യൂവിനെ നമുക്ക് എ കൊണ്ട് റീപ്ലേസ് ചെയ്യാം, എ മോഡ് പി എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് എ റൈസ് ടു പി ക്യൂ മൈനസ് എ ഇസ് എ multiple of p. That implies p divides a raised to pq minus a. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? q divides സിമിലർ സ്റ്റെപ്പ് a raised to pq മൈനസ് a എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഇവിടെ പിയും ക്യൂവും ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റും എന്തിനെ ഡിവൈഡ് ചെയ്യും? ഇതേ നമ്പറിനെ ഡിവൈഡ് ചെയ്യും. പി ക്യൂ ഡിവൈഡ്സ് എ റൈസ് ടു പി ക്യൂ മൈനസ് എ. ദാറ്റ് ഈസ് a raised to pq minus a is a multiple of pq. That means a raised to pq is congruent to a modulo pq. That is the result. So that is the fifth corollary. അപ്പോൾ 5 corollary, ഒരു ലെമ്മ ആൻഡ് ഫെർമാസ് തിയറം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സുകളാണ് ഇവയെല്ലാം. ഇനി നമുക്കതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. Find the remainder when 24 raised to 1947 is divided by 17. മുമ്പ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാം, ഫെർമാസ് തിയറം ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഫെർമാസ് ലിറ്റിൽ തിയറം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 24ഉം 17ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. 24 ഈസ് കോൺഗ്രുവൻറ്റ് ടു നമുക്കറിയാം 7 മോഡുലോ 17 ആണ്. 24 മൈനസ് 17 എന്ന് പറഞ്ഞാൽ 17 തന്നെ കിട്ടും, മൾട്ടിപ്പിൾ ഓഫ് 17. അപ്പോൾ നമുക്ക് കാണേണ്ടത് 24 റേസ് ടു 1947 ആണ്. കോൺഗ്രുവൻസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1947, 7 റേസ് ടു 1947 മോഡുലോ 17. അപ്പോൾ ഇനി ഇത് കാണുന്നതിന് പകരം 24 റേസ് ടു 1947 കാണുന്നതിന് പകരം നമ്മൾ ഇനി ഇത് കണ്ടാൽ മതി. 7 റേസ് ടു 1947 മോഡുലോ 17 എത്രയാണെന്ന് കണ്ടാൽ മതി.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെർമാസ് തിയറം അപ്ലൈ ചെയ്യുന്നു. 7ഉം 17ഉമാണ് റിലേറ്റീവ്ലി പ്രൈമാണ്. അപ്പോൾ ഫെർമാസ് തിയറം അനുസരിച്ച് ഇവിടുത്തെ പി എന്ന് പറഞ്ഞാൽ 17 ആണ്. 7 raised to 17 minus 1 is congruent to a raised to p minus 1 is congruent to a എന്ന് പറഞ്ഞാൽ 7. 1 മോളിലോ p ആണ്. അപ്പോൾ a raised to 7 raised to 17 minus 1 is congruent to 1 മോളിലോ 17 എന്ന് കിട്ടും. That is 7 raised to 16 is congruent to 1 മോളിലോ 17. ഇനി 7 raised to 16 ആണ് നമുക്ക് വേണ്ടത്. 1947 ആണ്. അപ്പോൾ 16 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആളാണ് 1947 കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു നമ്പർ കിട്ടുക നോക്കുക. അപ്പോൾ 16 × 121, ഈ 1947 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 16 × 121 = 1936 വരെ കിട്ടും. അപ്പോൾ 7 raised to 16 whole raised to 121 is congruent to, ഇവിടെയും 121 എടുക്കുക. 1 raised to 121 മോളിലോ 17. That is 7 raised to 1936 is congruent to 1 മോളിലോ 17. 1ൻ്റെ ഏത് പവർ എടുത്താലും ഈ 1 തന്നെ കിട്ടും. ഈ ഫെർമാസ് തിയറത്തിൻ്റെ അഡ്വാൻറ്റേജ് അതാണ്. ഇവിടെ 1 മോളിലോ പി എന്നാണ് വരുന്നത്. 1ൻ്റെ ഏത് പവർ നമുക്ക് എടുക്കാം. സോ 7 raised to 1936 is congruent to 1 മോളിലോ 17. അപ്പോൾ 1936ൻ്റെ കൂടെ ഇനിയൊരു 11 കൂടെ ആഡ് ചെയ്താലാണ് 1947 ആവുക. അപ്പോൾ ഇവിടെ നമ്മൾ 7 raised to 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് സൈഡിലും. 7 raised to 11 കൊണ്ട്. സോ വി ഗെറ്റ് 7 raised to 1947 is congruent to 1 × 7 raised to 11 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 7 raised to 11 മോളിലോ 17. അപ്പോൾ ആദ്യം നമ്മൾ 24 raised to 1947 കാണുന്നതിന് പകരം 7 raised to 1947 മോളിലോ 17 കാണണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് മാറ്റി നമ്മൾ എവിടെ എത്തി? 7 raised to 1947 കാണുന്നതിന് പകരം ഇനി 7 raised to 11 എത്രയാണെന്ന് മോളിലോ 17 എത്രയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിനെങ്ങനെ ചെറുതാക്കി കൊണ്ടുവരികയാണ് ഫെർമാസ് തിയറം ഉപയോഗിച്ച് ചെയ്യുന്നു. അപ്പോൾ 7 സ്ക്വയർ എടുക്കാം. നമുക്കറിയാം 49 + 2 എന്ന് പറഞ്ഞാൽ 51 ആണ്. അത് മൾട്ടിപ്പിൾ ഓഫ് 17 ആണ്. അപ്പോൾ 7 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 മോളിലോ 17 എന്നെഴുതാം. 7 raised to 11 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 7 raised to 2 നേരിട്ട് 11 കിട്ടില്ല, 10 ആണ് കിട്ടുള്ളൂ. -2 raised to 5 മോളിലോ 17. That is 7 raised to 10 is congruent to -32 മോളിലോ 17. ഇനി -32 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോളിലോ 17 ആണ്. -32 -2 എന്ന് പറഞ്ഞാൽ -34 ആണ്. അതൊരു 17ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ -32ന് പകരം നമുക്ക് 2 എന്ന് കൊടുക്കാം. 7 raised to 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോളിലോ 17. ഈ 7 raised to 10 അല്ല, 7 raised to 11 ആണ്. അപ്പോൾ ഒരു 7 കൂടെ വേണം. ഇൻറ്റു രണ്ട് സൈഡിലും 7 മൾട്ടിപ്ലൈ ചെയ്യുക. മോഡ് 17. That is 7 raised to 11 is congruent to 14 മോളിലോ 17. That is we get 7 raised to 19. ആദ്യം കിട്ടിയത് 24 raised to 1947 is congruent to 7 raised to 1947 മോളിലോ 17. പിന്നെ 7 raised to 1947 is congruent to 7 raised to 11 മോളിലോ 17. Now 7 raised to 11 is congruent to 14 മോളിലോ 17. അപ്പോൾ ഇതിൽ ഓരോന്നിലും ട്രാൻസിറ്റിവിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 24 raised to 1947 is congruent to, ഇതിന് പകരം 7 raised to 11 കൊടുക്കുക. then 7 raised to 11 പകരം 14 മോളിലോ 17. That is when 24 raised to 1947 is divided by 17, the remainder is 14 എന്ന് കിട്ടും. റിമൈൻഡർ 14 ആണ്. Then next we have another problem. Show that n raised to 7 minus n is divisible by 42. n raised to 7 minus n-നെ ഒരു നമ്പറാണ്, ഏതോ ഒരു നമ്പറാണ് n, ഏത് നമ്പറും ആവാം, കണ്ടീഷനൊന്നും പറഞ്ഞിട്ടില്ല. n raised to 7 അതിൻ്റെ 7th പവർ എടുത്തു, എന്നിട്ട് അതിൽ നിന്ന് അതേ നമ്പർ മൈനസ് ചെയ്തു.
അത് എപ്പോഴും 42ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, ഡിവിസിബിൾ ബൈ 42. അപ്പോൾ 7 ഒരു പ്രൈം നമ്പറാണ്. 7 ഒരു പ്രൈം നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഏത് നമ്പർ റൈസ് ടു 7 എടുത്താലും നമുക്ക് അത് നമുക്ക് തന്നിട്ടുണ്ട്. n റൈസ് ടു 7 മൈനസ് 1 സോറി n റൈസ് ടു 7 മൈനസ് n ഇസ് എ n റൈസ് ടു 7 മൈനസ് 1 മൾട്ടിപ്പിൾ ഓഫ് 42 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ 7 ഒരു പ്രൈം നമ്പറാണ്. ദെൻ നമുക്കൊരു കൊറോളറി ഉണ്ടായിരുന്നു ഫെർമാസ് തിയറത്തിൻ്റെ. പി ഒരു പ്രൈം നമ്പറാണ്. എ ഈസ് എനി നമ്പർ ആണെങ്കിൽ എ റൈസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ പി ആണ്. എ റൈസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ പി. അപ്പോൾ ഇവിടെ 7 ആണ് പിയുടെ സ്ഥാനത്ത്, എയുടെ സ്ഥാനത്ത് എന്നും. അപ്പോൾ നമുക്ക് n റൈസ് ടു 7 ഈസ് കോൺഗ്രുവൻറ്റ് ടു n മോഡുലോ 7 എന്ന് എഴുതാം. n റൈസ് ടു 7 ഈസ് കോൺഗ്രുവൻറ്റ് ടു n മോഡുലോ 7. ഇതിൽ നിന്ന് എന്ത് എഴുതാം? n റൈസ് ടു 7 മൈനസ് n ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 എന്ന് എഴുതാം. n റൈസ് ടു 7 മൈനസ് n ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. ഇനി n റൈസ് ടു 7 മൈനസ് എന്നിനെ നമ്മളൊന്ന് മാറ്റി എഴുതി. n ഔട്ട് സൈഡ് എടുത്താൽ n റൈസ് ടു 6 മൈനസ് 1 എന്ന് എഴുതാം. ഈ n റൈസ് ടു 6നെ n ക്യൂബ് സ്ക്വയർ എന്ന് എഴുതാം, മൈനസ് 1. n ക്യൂബ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ അതൊരു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ അതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ എഴുതാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇനി നമുക്ക് ഇവിടെ ഇത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഉണ്ട്, അതുപോലെ ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ്. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് 1. പ്ലസ് ബി സോറി ബി. ദെൻ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ ബി. ഇവിടെ ബി സ്ക്വയർ ആണ് കേട്ടോ, ബി സ്ക്വയർ. ഓക്കെ ഓക്കെ ഇത് ഉപയോഗിച്ചിട്ട് ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ മാറ്റിയത് n ക്യൂബ് പ്ലസ് 1 നമുക്ക് n പ്ലസ് 1 ഇൻറ്റു n സ്ക്വയർ മൈനസ് n പ്ലസ് 1. ഇതിനെ n മൈനസ് 1 ഇൻറ്റു n സ്ക്വയർ പ്ലസ് n പ്ലസ് 1 എഴുതും. അപ്പോൾ ഈ നമ്പേഴ്സ് n മൈനസ് 1 ആദ്യം എഴുതി, n മൈനസ് 1 n ഇൻറ്റു n പ്ലസ് 1. ബാക്കിയുള്ള രണ്ട് ടേം അതേപോലെ എഴുതുക. n സ്ക്വയർ മൈനസ് n പ്ലസ് 1ഉം n സ്ക്വയർ പ്ലസ് n പ്ലസ് 1. അപ്പോൾ n മൈനസ് 1 n പ്ലസ് 1 അത് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്. അടുത്തടുത്തുള്ള 3 നമ്പേഴ്സാണ്. n മൈനസ് 1 അതിനൂടെ 1 ആഡ് ചെയ്താൽ n കിട്ടും, ദെൻ n പ്ലസ് 1 കിട്ടും. അപ്പോൾ 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്, കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റ് എല്ലായ്പ്പോഴും 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് n മൈനസ് 1 ആണ് ആദ്യം. n മൈനസ് 1 ഇൻറ്റു n പ്ലസ് 1. ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 6 എന്ന് പറഞ്ഞാൽ 6 അല്ലെങ്കിൽ 3 ഫാക്ടോറിയലിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് n റൈസ് ടു 7 മൈനസ് n ആണ്. n റൈസ് ടു 7 മൈനസ് n. അപ്പോൾ ഇവിടെ ഒരു മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് എഴുതാം നമുക്ക്, മൾട്ടിപ്പിൾ ഓഫ് 6. അപ്പോൾ അതിനെ വേറൊരു ഇൻറ്റീജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അഗെയിൻ മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. സോ ഇതൊരു മൾട്ടിപ്പിൾ ഓഫ് 6 ആയിരിക്കും. നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7, ഇതേ നമ്പർ n റൈസ് ടു 7 മൈനസ് n. അപ്പോൾ n റൈസ് ടു 7 മൈനസ് n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. n റൈസ് ടു 7 മൈനസ് n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. ഇനി 6ഉം 7ഉം തമ്മിലുള്ള റിലേറ്റീവ്ലി പ്രൈം ആണ്. അതുകൊണ്ട് n റൈസ് ടു 7 മൈനസ് 7 minus n is a multiple of their product, 6 into 7, that is multiple of 42. That is 42 divides n raised to 7 minus n. That is n raised to 7 minus n is divisible by the number 42 in it. Next we have another problem.
employ Fermat's theorem to prove that if p is an odd prime, then 1 raised to p minus 1 plus 2 raised to p minus 1 plus etc. plus p minus 1 into p minus 1 raised to p minus 1 is congruent to minus 1 modulo p. അതായത് പി ഒരു ഓഡ് പ്രൈമാണ്. പി എന്ന് പറയുന്നത് ഒരു ഓഡ് പ്രൈമാണ്. അങ്ങനെയാണെങ്കിൽ 1 റൈസ് ടു പി മൈനസ് 1, 2 റൈസ് ടു പി മൈനസ് 1 അങ്ങനെയുള്ള 1 മുതൽ പി മൈനസ് 1 വരെയുള്ള ഇൻറ്റീജേഴ്സിൻ്റെ പി മൈനസ് 1th പവർ നമ്മൾ കൺസിഡർ ചെയ്തു. അവയുടെ സമ്മ് എല്ലാം കൂടെ ആഡ് ചെയ്തു. അത് -1 മോളിലോ പി ആയിരിക്കും. കോൺഗ്രുവൻറ്റ് ടു -1 മോളിലോ പി ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. പി ഒരു ഓഡ് പ്രൈമാണ്. ദെൻ ബൈ ഫെർമാസ് തിയറം വി ഗെറ്റ് any integer n raised to p minus 1 is congruent to 1 modulo p ആണ്. അതായത് എ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്, n യൂസ് ചെയ്തെന്ന് മാത്രം. n raised to p minus 1 is congruent to 1 modulo p by Fermat's little theorem for any positive integer n less than p. അപ്പോൾ n raised to p minus 1 minus 1 is a multiple of p എന്നാണ് ഇതിൻ്റെ മീനിങ് for n less than p. ഇനി ഈ എന്നിന് ഈ ഇക്വേഷനിൽ എന്നിന് പകരം നമ്മൾ 1, 2 എക്സെട്ര പി മൈനസ് 1 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 റൈസ് ടു പി മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി എന്ന് കിട്ടും. ദെൻ 2 റൈസ് ടു പി മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി എക്സെട്ര പി മൈനസ് 1 റൈസ് ടു പി മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് പി. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം, ഓരോ ഇക്വേഷനും ആഡ് ചെയ്യാം. ദറ്റ് ഈസ് 1 റൈസ് ടു പി മൈനസ് 1 പ്ലസ് 2 റൈസ് ടു പി മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് പി മൈനസ് 1 റൈസ് ടു പി മൈനസ് 1 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ മൾട്ടിപ്പിൾ ഓഫ് പി പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് പി പ്ലസ് എക്സെട്ര പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് പി. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് പി എന്ന് എഴുതാം. ഇനി പവറുകൾ മാത്രം എടുക്കുക. 1 റൈസ് ടു പി മൈനസ് 1 പ്ലസ് 2 റൈസ് ടു പി മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് പി മൈനസ് 1 റൈസ് ടു പി മൈനസ് 1 പ്ലസ് -1 ആണ്. അപ്പോൾ മൈനസ് കോമൺ ആയിട്ടെടുക്കുക. മൈനസ് ഓഫ് 1 പ്ലസ് എക്സെട്ര പ്ലസ് 1 എത്ര 1 ഉണ്ടാവും? പി മൈനസ് 1 1കൾ ഉണ്ടാവും. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് പി. അപ്പോൾ 1 റൈസ് ടു പി മൈനസ് 1 പ്ലസ് 2 റൈസ് ടു പി മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് പി മൈനസ് 1 റൈസ് ടു പി മൈനസ് 1 മൈനസ് ഓഫ് 1 പി മൈനസ് 1 തവണ ആഡ് ചെയ്താൽ പി മൈനസ് 1 തന്നെ കിട്ടും. പി മൈനസ് 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് പി. ഇതിലെ പി, ഈ പീനെ ഇവിടെ മൈനസ് ഓഫ് പി മൈനസ് 1നെ മൈനസ് പി പ്ലസ് 1 എഴുതാം. ഈ പീനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മൾട്ടിപ്പിൾ ഓഫ് പി പ്ലസ് പി എന്ന് കിട്ടും. അതായത് മൾട്ടിപ്പിൾ ഓഫ് പിയുടെ കൂടെ ഒരു പി കൂടെ ആഡ് ചെയ്യാം. സോ അതിനെ വീണ്ടും നമുക്ക് എന്ത് എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് പി തന്നെ എഴുതാം. ദറ്റ് ഈസ് 1 റൈസ് ടു പി മൈനസ് 1 പ്ലസ് 2 റൈസ് ടു പി മൈനസ് 1 പ്ലസ് എക്സെട്ര 1 റൈസ് ടു പി മൈനസ് 1 പ്ലസ് 2 റൈസ് ടു പി മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് പി മൈനസ് 1 റൈസ് ടു പി മൈനസ് 1. പിന്നെ ബാക്കി ഉണ്ടാവുക ഈ പീനെ അങ്ങോട്ട് കൊണ്ടുപോയി ഒരു പ്ലസ് 1 ഉണ്ടാവും. പ്ലസ് 1 is a multiple of p. That means congruence ആക്കി എഴുതിയാൽ 1 റൈസ് ടു പി മൈനസ് 1 പ്ലസ് 2 റൈസ് ടു പി മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് പി മൈനസ് 1 റൈസ് ടു പി മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1. ഈ പ്ലസ് 1 ആണ്, ഇപ്പുറത്തേക്ക് -1 മോളിലോ പി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി റിസൾട്ട്. The next we have another problem. Show that a raised to 12 minus b raised to 12 is a multiple of 1365 if a and b are prime to 1365. എയും ബിയും റിലേറ്റീവ്ലി പ്രൈമാണ്. 1365നോട് റിലേറ്റീവ്ലി പ്രൈമാണ്. അതുപോലെ GCD ഓഫ് 1365 ആൻഡ് ബി ഈക്വൽ ടു 1 ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ റൈസ് ടു 12 അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സാണ് എയും ബിയും. അവയുടെ കോമൺ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 1365നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള
നമ്പേഴ്സാണ് എയും ബിയും. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു 12 കണ്ട് ബി റേസ് ടു 12 മൈനസ് ചെയ്താൽ അത് 1365 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1365 പ്രൈം ഫാക്ടറൈസ് ചെയ്യും. നമുക്ക് കിട്ടുന്നത് 3 × 5 × 7 × 13 എന്നാണ്. 3 × 5 × 7 × 13. അപ്പോൾ എയും ബിയും 1365 റിലേറ്റീവ്ലി പ്രൈമാണ്. അതുകൊണ്ട് തന്നെ എയും ബിയും ഇതിലെ ഓരോ പ്രൈം നമ്പറിനോടും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. എ റിലേറ്റീവ്ലി പ്രൈം ടു 3, 5, 7 and 13. അതുപോലെ ബിയും 3, 5, 7 and 13 റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. നൗ ഇതിൽ ഓരോ പ്രൈമിനും 3, 5, 7, 13 4 പ്രൈംസ് ഉണ്ട്. ഓരോന്നിനും നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക? ഫെർമാസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 3ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എ റേസ് ടു 3 - 1 വരിക. പ്രൈം നമ്പറാണ് 3. അപ്പോൾ എ റേസ് ടു p - 1 എന്ന് പറയുമ്പോൾ എ റേസ് ടു 3 - 1. എ റേസ് ടു 2 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡുലോ 3. ഇനി അടുത്ത പ്രൈം 5 ആണ്. എ റേസ് ടു 4 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡുലോ 5. എ റേസ് ടു 6 is congruent to 1 modulo 7 and a raised to 12 is congruent to 1 modulo 13. അപ്പോൾ നമുക്ക് a raised to 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട്. നമുക്ക് വേണ്ടത് a raised to 12ഉം b raised to 12ഉം ആണ്. അപ്പോൾ ഇത് ഓക്കെ, a raised to 12 ആണ്. ബാക്കിയുള്ളതിന് a raised to 12 ആക്കണം. അപ്പോൾ ഇവിടെ 6th പവർ എടുത്താൽ മതി. എ റേസ് ടു 2 ഹോൾ റേസ് ടു 6 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 റേസ് ടു 6 മോഡുലോ 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ റേസ് ടു 12 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡുലോ 3. അതേപോലെ ഇതിനെ എഴുതിയാൽ എ റേസ് ടു 12 തേർഡ് പവർ എടുത്താൽ മതി, 1 മോഡുലോ 5. അതുപോലെ ഇവിടെയും എ റേസ് ടു 12 ഈസ് കോൺഗ്രുവൻ്റ് ടു 1ൻ്റെ ഏത് പവർ എടുത്താലും 1 തന്നെ വരും, 1 മോഡുലോ 7. ഇത് ആൾറെഡി ഉണ്ട്. എ റേസ് ടു 12 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡുലോ 30. അപ്പോൾ എ റേസ് ടു 12 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡുലോ 3 ആണ്, 1 മോഡുലോ 5 ആണ്, 1 മോഡുലോ 7 ആണ്, ആൻഡ് 1 മോഡുലോ 13 ആണ്. ഇതേപോലെ നമുക്ക് ബീനെ എഴുതാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 4 ഇക്വേഷൻ 1, 2, 3, 4 അപ്പോൾ 4 കൂടെ നമുക്ക് എ റേസ് ടു 12, ഇത് ഈ 3ഉം 5ഉം 7ഉം 13 റിലേറ്റീവ്ലി പ്രൈമാണ്. അപ്പോൾ അവയുടെ പ്രോഡക്റ്റിനോടും നമുക്ക് എഴുതാം. എ റേസ് ടു 12 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡുലോ 3 × 5 × 7 × 13. ദാറ്റ് ഈസ് എ റേസ് ടു 12 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡുലോ 1365. പ്രോഡക്റ്റ് 1365 എന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് ബീനെ എഴുതാം. ബിയും എയുടെ അതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പറാണ് ബി. ബി റേസ് ടു 12 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 മോഡുലോ 1365. ഇപ്പോൾ 2 നമ്പർ, ദാറ്റ് മീൻസ് എ റേസ് ടു 12 ആദ്യത്തേൽ നിന്ന് എന്ത് എഴുതാം? എ റേസ് ടു 12 - 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 1365. ബി റേസ് ടു 12 രണ്ടാമത്തേൽ നിന്ന് -1 ഈസ് ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് 1365. ഇപ്പോൾ 2 നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 1365 ആണ്. അതുകൊണ്ട് അവയുടെ സമ്മും ഡിഫറൻസും എല്ലാം അഗെയിൻ മൾട്ടിപ്പിൾ ഓഫ് 1365 ആയിരിക്കും. ദാറ്റ് ഈസ് എ റേസ് ടു 12 - 1 ഡിഫറൻസ് ആണ് എടുക്കുന്നത്, ബി റേസ് ടു 12, കാരണം നമുക്ക് എ റേസ് ടു 12 - ബി റേസ് ടു 12 ആണ് വേണ്ടത്. ഇറ്റ്സ് അഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് 1365. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എ റേസ് ടു 12 - 1 - ബി റേസ് ടു 12 +1 മൈനസ് മൈനസ് പ്ലസ് ആവും, മൾട്ടിപ്പിൾ ഓഫ് 1365. ദാറ്റ് ഈസ് -1ഉം +1ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ എ റേസ് ടു 12 - ബി റേസ് ടു 12 ഇസ് എ multiple of 1365. So that is the problem. Thank you.